നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻ അഭിനയിച്ച റീമേക്ക് സിനിമകളെക്കുറിച്ച്. അത് ജയൻ ചിലപ്പോൾ അതിൽ നായകനായിരിക്കും, ചിലപ്പോൾ ചെറിയ റോളായിരിക്കും, ചിലപ്പോൾ വില്ലനായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ പറയുന്നത് മൊത്തത്തിൽ ജയൻ അഭിനയിച്ച റീമേക്ക് ചിത്രങ്ങൾ. അതിലൊന്നാന്ന് പുതിയ വെളിച്ചം. പുതിയ വെളിച്ചത്തിൽ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പടം. അത് ഇന്ത്യയിൽ പൂലോർ കാണ്ടല്ല, അത് അജയ് ദേവണ്ണാണ്. പൂലോർ പത്തർ ധർമ്മേന്ദ്രൻ്റെ, അതിൻ്റെ റീമേക്കാണ് പുതിയ വെളിച്ചം. പിന്നെ ഹംപാഞ്ച് എന്ന് പറഞ്ഞൊരു പടം, അതും ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ തന്നെ. അത് ഇന്ത്യയിൽ മിഥുൻ ചക്രവർത്തി, സഞ്ജയ് കുമാർ, നസറുദ്ദീൻ ഷാ, രാജ് ബബ്ബർ ഇവരെല്ലാം അഭിനയിച്ച പടം ഹംപാഞ്ച്. മലയാളത്തിൽ ജയൻ, സുകുമാരൻ, അങ്ങനെ എല്ലാവരും. പിന്നെ നായാട്ട്, അത് ഹിന്ദി പിക്ചറിൻ്റെ സഞ്ജീറുണ്ട്. പിന്നെ അതും ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ തന്നെ. പിന്നെ അവനോ അതോ അവളോ, അത് കന്നഡയിലെ അപരിചിത എന്ന് പറഞ്ഞ പടത്തിൻ്റെ റീമേക്കാണ്. പിന്നെ മീന് തൃശ്ശൂരിൻ്റെ റീമേക്കാണ്. ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കഥാപാത്രങ്ങൾ, ഇതിൽ മീൻ വെക്കുന്ന ആൾ, മറ്റേതിൽ വേറെ പാറ പൊട്ടിക്കുന്ന, അങ്ങനെ ലൈറ്റ്. പിന്നെ മനുഷ്യമൃഗം ഞാൻ ഡബിൾ റോളിൽ അഭിനയിച്ച്, അത് രാജ്കുമാർ അഭിനയിച്ച കൊള്ളക്കാരെന്നുള്ള കന്നഡ ഫിലിമിൻ്റെ റീമേക്കാണ്. പിന്നെ അങ്കക്കൂറി കന്നഡ ഫിലിമുണ്ട്, സ്നേഹസേതു എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവർദ്ധനും അംബരീഷും അഭിനയിച്ചു. അതെല്ലാ ഭാഷയിലും അഭിനയിച്ചു. ഹിന്ദിയിൽ ശത്രുഘ്നൻ സിൻഹയും വിനോദ് ഖന്ന, തമിഴിൽ രജനീകാന്തും വിജയകുമാറും. അതിൻ്റെ പേര് കുപ്പത്ത് രാജ. ഇന്ത്യൻ്റെ പേര് ദോ യാർ. കന്നഡ സ്നേഹസേതു, മലയാളത്തിൽ അങ്കക്കൂറി. പിന്നെ രജനീകാന്തിൻ്റെ തപ്പ് താളങ്ങളാണ് മലയാളത്തിൽ കഴുകൻ, അത് റീമേക്ക് പാടും. പിന്നെ അനുപല്ലവി, അത് ഹിന്ദി പിക്ചർ സഞ്ജയ് കുമാറിൻ്റെ പടമാണ്, പതി പത്നി ഓർ വോ എന്ന് പറഞ്ഞിട്ട്. അത് സഞ്ജയ് കുമാർ, ഫാറൂഖ് ഷെയ്ഖ് അഭിനയിച്ച പടം. അത് മലയാളത്തിൽ രവികുമാറും ജയനും. പിന്നെ ഒരു രാഗം പലതാളം, അത് ഹിന്ദി പിക്ചറിൽ ദിലീപ് കുമാറും മനോജ് കുമാറും അഭിനയിച്ച പടമാണ്, ആദ്മി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റീമേക്കാണ്. പിന്നെ ദീപം ഹിന്ദി പടത്തിൻ്റെ റീമേക്കാണ്. ഹിന്ദി പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ദീപം ഹിന്ദി പിക്ചറിൻ്റെ റീമേക്കാണ്. പിന്നെ കോളിളക്കം, അത് ഹിന്ദി പിക്ചറിൻ്റെ റീമേക്കാണ്, ഭക്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ. ഇന്ത്യയിൽ രാജ്കുമാർ, സുനിൽ ദത്ത്, ബൽരാജ് സലാനി, ശശി കപൂർ. പിന്നെ വേറൊരു പടമാണ് എൻ്റെ ഇതുള്ളത്, നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച രണ്ട് ലോകം. ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച രണ്ട് ലോകവും റീമേക്ക് പാടാൻ. അത് തമിഴിൽ ശിവാജി അഭിനയിച്ച്, ശിവാജിൻ്റെ റോളിൽ നസീർ സാറും എം എൻ നമ്പ്യാരുടെ റോളിൽ ജയൻ ചേട്ടൻ. അതുപോലെ ഇതാ ഒരു മനുഷ്യൻ, അത് റീമേക്ക് പാടാൻ. അത് ഇന്ത്യയിൽ അമാനുഷ് എന്ന് പറഞ്ഞിട്ട് ഉത്തം കുമാർ അഭിനയിച്ച പടം. ഉത്തം കുമാറിൻ്റെ റോളിൽ മധു, പിന്നെ അതിൽ വില്ലൻ്റെ റോളിൽ ജയൻ. പിന്നെ ആശീർവാദ് എന്ന് പറഞ്ഞ ഐ.വി. ശശിൻ്റെ പടം, അത് ഗർ ഏക് മന്ദിർ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലുണ്ട്. കമലഹാസൻ്റെ റോളിൽ മിഥുൻ ചക്രവർത്തിയും, കെ.പി. ഉമറിൻ്റെ റോളിൽ ശശി കപൂറും, എം.ജി. സോമൻ്റെ റോളിൽ രാജ് കിരണും, ശക്തി കപൂറിൻ്റെ റോളിൽ ജയനും. പിന്നെ പാലും പഴവും നസീർ സാറിൻ്റെ, അത് പിന്നെ തമിഴിൽ നിന്ന് മലയാളത്തിൽ റീമേക്ക് ചെയ്ത നസീർ സാറിൻ്റെ അപരാജിത, അതിൽ ജയൻ വില്ലനായിട്ടുണ്ട്. പിന്നെ നസീർ സാറിൻ്റെ അന്തപ്പുരം, അത് ഹിന്ദിയിൽ അസ്ലി നക്കിലി എന്ന് പറഞ്ഞിട്ട് ശത്രുഘ്നൻ സിൻ്റെ റോളിൽ നസീർ സാറും രജനീകാന്തിൻ്റെ റോളിൽ ജയനും. പിന്നെ രതിമന്മഥൻ കന്നഡ ഫിലിമിൻ്റെ റീമേക്കാണ്. കന്നഡയിൽ ശ്രീനാഥാണ് നായകൻ, അതായത് നസീർ സാറാണ് ശ്രീനാഥിൻ്റെ റോളിൽ. അന്നത്തെ കാലത്ത് അംബരീഷ് വില്ലനായിട്ട് അഭിനയിച്ച അംബരീഷിൻ്റെ റോളിൽ ജയൻ. ഇതെല്ലാം ജയൻ ചേട്ടൻ
എൻ്റെ റീമേക്ക് പടത്തിൽ ജയൻ ചേട്ടൻ അഭിനയിച്ച പടമാണ്. പുതിയ വെളിച്ചം, നായാട്ട്, അമ്പാഞ്ചി, അത് ഇത് ഇടിമുഴക്കം. അമ്പാജിൻ്റെ മലയാളം ഇടിമുഴക്കം. പിന്നെ അവനോ അതോ അവളോ, മീൻ, മനുഷ്യമൃഗം, അങ്കക്കൂറി, ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം റീമേക്ക് പടമാണ്. ശ്രീകുമാരൻ തമ്പിച്ചേട്ടനാണ് റീമേക്ക് പടത്തിൻ്റെ ആൾ. എന്നാൽ പിന്നെ വിഷമമില്ല, അത് കണ്ടിട്ട് അതുപോലെ ഇങ്ങോട്ട് എടുത്താൽ മതി. പുതിയതായിട്ടൊരു പടം സംവിധാനം ചെയ്യുമ്പോൾ തിരക്കഥയെല്ലാം വായിച്ച് അതെങ്ങനെയാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. ഇത് ഇന്ത്യയിൽ നിന്ന് നേരെ ഇങ്ങോട്ടൊക്കെ പകർത്തലാണല്ലോ. അങ്ങനെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ എളുപ്പപ്പണി ചെയ്യുന്ന പടം റീമേക്ക് ചെയ്താൽ ഒരുപാട് പാടുണ്ട് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ റീമേക്ക് പാടും. ഓക്കെ.